പെൺമക്കളെ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിലെ ആതിരയുടെ അച്ഛനും അമ്മയും അവളെക്കുറിച്ച് ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ടു. അതിനിടെയാണ് ഒരു ബാങ്ക് മാനേജറുടെ വിവാഹാലോചന. പഠനം പൂർത്തിയായ ഉടൻ മകൾക്ക് 50 പവൻ സ്വർണമൊക്കെ സ്ത്രീധനം നൽകി കല്യാണം നടത്തി. വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഭർത്താവ് ബാങ്ക് മാനേജർ അല്ലെന്നും ലോൺ വിഭാഗത്തിലെ ജീവനക്കാരനെന്നും മനസ്സിലായത്. ഇതേ തുടർന്ന് ആതിരയും ഭർത്താവ് അതുലും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ദാമ്പത്യ തർക്കത്തിനിടെ പലതവണ അയാൾ അവളെ മർദ്ദിച്ചു. ഇതേക്കുറിച്ച് അമ്മയെ അറിയിച്ചപ്പോൾ നാണക്കേട് കാരണം പുറത്തു പറയേണ്ടെന്നായിരുന്നു മറുപടി. ഒടുവിൽ ഭർത്തൃപീഡനം സഹിച്ചു മടുത്ത് ആതിര ജീവനൊടുക്കി. ആറ്റുകാലിലെ വാടക വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ആറ്റുകാലിലെ വാടക വീട്ടിൽ വെച്ച് ആരതിയും ഭർത്താവ് അതുലും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് അതുൽ വീടിന് പുറത്തിരിക്കുമ്പോഴാണ് ആരതി കിടപ്പുമുറിയിൽ കയറി കതകടച്ചതിനുശേഷം ജീവനൊടുക്കിയത്. അതുൽ തന്നെ ഇക്കാര്യം തന്റെ സുഹൃത്തിനെയും പിന്നീട് പോലീസിനെയും വിളിച്ചറിയിച്ചു. പോലീസ് എത്തി മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ആതിരയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 50 പവനോളം സ്വർണം സ്ത്രീധനമായി നൽകിയാണ് വിവാഹം നടത്തിയത്. ഈ സ്വർണം അതുൽ പണയം വെച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായി. ഈ 1.5 വർഷത്തിനിടയിൽ 3 മാസം കഴിയുമ്പോൾ തൊട്ട് ഈ സ്വർണത്തിൻ്റെ അടുത്ത് പണയം വെപ്പും ആർപ്പാട് ജീവിതമായിട്ട് നടക്കുകയാണ്. അപ്പം സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഇത് എടുത്ത് പണയം വെപ്പ് തന്ത തുടങ്ങി. തന്തയും വയ്ക്കാൻ കൊടുക്കാത്തതിന് പീഡനം സഹിക്കാതാണ് ഇവിടെ വാടക വീട്ടിലോട്ട് വന്നത്. ഭർത്തൃപീഡനം ചൂണ്ടിക്കാട്ടി ആരതിയുടെ അമ്മ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ വൈകിട്ട് 5:45 ആരതി അമ്മയെ ഫോണിൽ വിളിച്ച് ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. തുടർന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വയ്ക്കുകയും ചെയ്തു. ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.